നാരായണ നാരായണ രാധാ ഗോവിന്ദ. അപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 9ാമത്തെ സ്കന്ധം, നവമസ്കന്ധം എന്ന് പറയും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ശുദ്ധവായു വേണം, ശുദ്ധജലം വേണം, ശുദ്ധമായ ആഹാരം വേണം, ശുദ്ധമായ സംഭാഷണങ്ങൾ വേണം. ഇതെല്ലാം ശുദ്ധമായിരുന്നെങ്കിൽ മാത്രമേ രോഗമില്ലാത്ത, ക്ലേശങ്ങളില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകും. അപ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കുവാൻ, പുണ്യകരമാക്കുവാൻ ഗംഗാപ്രവാഹം, അമൃത ഗംഗ നമുക്ക് ഭാഗവത ഗംഗയായിട്ട് ഒഴുകിത്തരുന്നു. ഈ 9ാം സ്കന്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ 24ാമത്തെ അധ്യായമൊക്കെ അങ്ങോട്ട് എത്തുമ്പോൾ മാത്രമേ ഭഗവാന്റെ അവതാരത്തിനുള്ളതായ ഒരു ഉപോത്ഘാതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പീഠിക, ആമുഖം നമുക്ക്, അത് വിഷ്ണുവംശത്തിൻ്റെ കഥയൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പുള്ള ആരെല്ലാം ഏതെല്ലാം വംശാവലികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയോട് പറയും, രാജോവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ചെന്താമരക്കണ്ണൻ്റെ അത്ഭുതകരമായ ലീലകൾ അവതരിപ്പിക്കുന്ന ദശമസ്കന്ധത്തിൽ നമ്മൾ അങ്ങനെ അപാതമധുരം ആസ്വദിക്കുന്നു. അപ്പോൾ അതിനു മുമ്പുള്ളൊരു തയ്യാറെടുപ്പാണ് ഈ നവമസ്കന്ധം. ഭഗവാന്റെ പാദങ്ങൾ മുതൽ ഓരോ അവയവമായിട്ട് നമ്മൾ കൽപ്പിക്കാറുണ്ട്. അപ്പോൾ അതിലെ 9ാമത്തെ സ്കന്ധത്തിൽ എത്തുമ്പോൾ ചുമലുകളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്, ചുമലുകൾ. അപ്പോൾ സൃഷ്ടിയുടെ ഏതാണ്ട് ഒരു തുടക്കം മനുവംശത്തോടു കൂടിയാണ്, മനുഷ്യരൂപത്തിൽ സ്വയംഭവ മനു തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ സ്വയംഭവ മനുവിന് മുമ്പും സൃഷ്ടികളുണ്ടായിരുന്നു. അത് എപ്പോഴും തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണു ഒരു ബാലശിശുവിൻ്റെ രൂപത്തിൽ ആ കരാരവിന്ദേന പദാരവിന്ദം എന്ന് പറഞ്ഞ പോലെ ആ അങ്കുഷ്ടമൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിലാണ് ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ, കാണുന്നില്ല, ഒരു അദൃശ്യ രൂപത്തിൽ. സർവം, അതാണ് വേദങ്ങളിൽ പറയുന്നത്, സർവം ഖല്യുതമേവാഹം ന അന്യതസ്തു സനാതനം, സർവവും ഞാൻ മാത്രമാണ്, വേറെ ഒന്നും ഇവിടെ ഇല്ല സനാതനമായിട്ട് എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. ഇവിടെ നമ്മൾ നവമസ്കന്ധത്തിൽ കയറുമ്പോഴേക്കും ഏതാണ്ട് ഭാഗവതത്തിൽ ഒരു കൃഷ്ണാവതാരത്തിന് മുമ്പുള്ളതായ ഒരു തയ്യാറെടുപ്പോടുകൂടി വൈവസ്വത മനുവിൻ്റെ മക്കൾ ആരൊക്കെയായിരുന്നു, അവർക്കൊക്കെ സംഭവിച്ചത് എന്താണ്, അതിൽ അനവധി രാജാക്കന്മാരുടെ കഥ പറയുന്നുണ്ട്. നവമസ്കന്ധത്തിൽ 1ാമത്തെ അധ്യായം പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്, എന്ത്, രാജോവാച മന്വന്തരാണി സർവാണി ത്വയോക്താനി ശ്രുതാനി മേ വീര്യാണ്യനന്തവീര്യസ്യ ഹരേസ്തത്ര കൃതാനി ചാം. അനവധി മന്വന്തരങ്ങൾ പറയപ്പെട്ടു, അതെല്ലാം കേട്ടു. സർവമന്വന്തരങ്ങളും അനന്തമായ വീര്യത്തോടു കൂടിയ ഹരിയുടെ, ഹരി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നവൻ, എന്ത്, പാപങ്ങളെ ഹരിക്കുന്നവനായ അദ്ദേഹത്തിൻ്റെ വീര്യകർമ്മങ്ങൾ. അതായത് ഇവിടെ സത്യവ്രതൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ മത്സ്യാവതാരം പറയുന്നത്. അപ്പോൾ അങ്ങനെ മത്സ്യാവതാരത്തിൽ ആ കഥകളൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സത്യവ്രതോ നാമ രാജർഷിർ ദ്രവിഡേശ്വരനാണ്. അദ്ദേഹം ഒരു രാജാവുമായിരുന്നു, ഋഷിയായിരുന്നു, ദ്രാവിഡ ദേശത്ത് ജനിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങ് കൈലാസം മുതൽ കന്യാകുമാരി വരെയുള്ള രാജാക്കന്മാരുടെയൊക്കെ കഥ അതാണ് നമ്മളീ പറയുന്ന ഈശാനുസൽക്കഥ എന്ന് പറയുന്ന ആ ഒരു ലക്ഷണത്തോടുകൂടി ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അനവധി കാലം കഴിഞ്ഞിട്ട് ആ മത്സ്യമൂർത്തിയായ അവതരിച്ച ഭഗവാന്റെ സേവനിമിത്തം കഴിഞ്ഞ കൽപ്പാവസാനത്തിൽ പറഞ്ഞാൽ അതാണ്ട് 13ാമത്തെ കൽപ്പത്തിൻ്റെ പ്രളയത്തിൻ്റെ അവസാനത്തിൽ അങ്ങ് ആത്മജ്ഞാനം പ്രാപിച്ചുവോ, ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു എന്ന് പറയാണ്. വിവസ്വാൻ്റെ പുത്രനായ മനുവിനായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ആസീത് ഭവിച്ചു. പേരെന്താണ്, ത്വത്ത ശ്രുതം. അത് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇക്ഷ്വാകു എന്ന് പറയുന്ന, ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമജനേ ശ്രുതം, ഇക്ഷ്വാകു. പക്ഷേ ഇക്ഷ്വാകു വരുമ്പോഴത്തേക്കും സൂര്യവംശരാജാവാകുകയാണ്. അങ്ങനെയുള്ള നൃപാജ ബഹുവചനമാണ്, നൃപാജ നൃപന്മാരുടെയും രാജാക്കന്മാരുടെയും കഥയൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഒക്കെ 8ാമത്തെ സ്കന്ധത്തിൽ കൂടെ നമുക്ക് തരുന്നുണ്ട്. ആ സത്യവ്രതം തന്നെയാണ് സൂര്യപുത്രനായ വൈവസ്വതമായി ഭവിച്ചതെന്ന്. ഇത് അങ്ങനെ സൂര്യപുത്രനായ വൈവസ്വതവനുമായി ഭവിച്ചതെന്നും അങ്ങയിൽ നിന്നും ധരിച്ചു, അല്ലയോ ശുഖബ്രഹ്മർഷി മഹാമുനെ, അങ്ങയിൽ നിന്ന് ഞാൻ ശ്രമിച്ചു എന്ന് പരീക്ഷിത് രാജാവ് പറയുന്നു. അപ്പോൾ ഇക്ഷ്വാകു മുതലായ രാജാക്കന്മാർ വൈവസ്വതൻ്റെ പുത്രന്മാരെന്നും നിന്തുരുവടി അരുളി ചെയ്തു. അപ്പോൾ വൈവസ്വത മനുവിന് അനേകം പുത്രന്മാരുണ്ട്. അപ്പോൾ അത് ഈ ഇക്ഷ്വാകുവിൻ്റെ കഥയിലും അതിൻ്റെ പരമ്പരകളും പിന്നെ പറയും.
ധാരാളം പേരുടെ കഥ ഇങ്ങനെ പറയും. എല്ലാ ഭാഗ്യങ്ങളും നിറഞ്ഞ ഭഗവാനെ, അവിടുന്ന് ബ്രഹ്മജ്ഞനും മഹാഭാഗ്യവാനുമായ അവിടുന്ന് അവരുടെ വംശത്തെയും ആ വംശാനുചരിതാനി ആ വംശത്തിൽ ഉള്ള ആ വംശന്മാരുടെ കഥകളും ക്രമത്തിൽ ഇങ്ങനെ ഇക്ഷ്വാകുവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരെക്കുറിച്ചും അവരുടെ ചരിത്രങ്ങളും അവരുടെ മാഹാത്മ്യങ്ങളും ഒക്കെ പറഞ്ഞു തരണം. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നതാണ്. ഭവിഷ്യത്ത് ഓർമ്മ വേണേ. അതുകൊണ്ട് ഇന്ന് വരെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതായ എല്ലാ കഥകളും കേൾക്കണം. ആരുടെ കഥ കേൾക്കണം? കള്ളന്മാരുടെയും മോഷ്ടാക്കളുടെയും വഞ്ചകരുടെയും ചതിയന്മാരുടെയും ഒന്നും കേട്ടാൽ പോരാ. പുണ്യം കീർത്തിക്കുന്നു. എന്താ പുണ്യം? പുണ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ അർത്ഥമാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, പുതിയതായ കാര്യങ്ങൾ ചെയ്യുന്ന, അറിവ് നൽകുന്ന, അങ്ങനെ പുണ്യങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ അവരുടെ കീർത്തിയാണ് കേൾക്കേണ്ടത്. അപ്പോൾ അവിടെ വീണ്ടും സൂതൻ വരും എന്ന് പറഞ്ഞാൽ പരീക്ഷിത്വമൊക്കെ ഇരിക്കുന്നതായ ബ്രാഹ്മണർ, അറിവുള്ളവർ, പണ്ഡിതന്മാർ, ശ്രേഷ്ഠരായ ദിവ്യന്മാർ, അനേകം മുനിമാരൊക്കെ ഇരിക്കുന്നതായ സദസ്സിൽ പരീക്ഷിത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ പരമധർമ്മവിത്തായ എല്ലാ ധർമ്മങ്ങളും പുണ്യങ്ങളും എല്ലാവിധത്തിലുള്ളതായ മഹാത്മ്യങ്ങളും അറിയുന്നതായ അദ്ദേഹം പരമധർമ്മവിത്തായ ശുഗൻ എന്ന് പറയുന്ന ഭഗവാൻ വാച കൂട്ടിച്ചേർത്തു പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഭഗവാൻ ശ്രീ ശുഗമുനി ഇങ്ങനെ അരുളി ചെയ്തു. അപ്പോൾ വീണ്ടും ശ്രീ ശുഗൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ശ്രീ ശുഗൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് പറയാണ്. അല്ലയോ രാജാവ്, ഈ മാനവവംശത്തിൻ്റെ, അതായത് മനുക്കളുടെ വംശം മറ്റുള്ളവരെ എപ്പോഴും തപിപ്പിക്കുന്നതായ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെയും മറ്റുമൊക്കെ നശിപ്പിക്കുന്ന അല്ലയോ രാജാവേ, പരീക്ഷിത്ത് രാജാവ് പറയാം. പക്ഷേ എന്താ വർഷശതൈരവി, നൂറ്റാണ്ടുകൾ പറഞ്ഞാൽ തീരുകയില്ല. എത്ര നൂറ്റാണ്ടുകൾ, എത്ര കോടി ജന്മങ്ങൾ ലഭിച്ചാലും ഭാഗവത കഥ മുഴുവനൊന്നും ആസ്വദിക്കാൻ പറ്റുമോ? പിന്നെ അനന്തമായ സാഗരത്തിലെ ഒരു തുള്ളി വെള്ളം നമ്മൾ ആസ്വദിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് ആരാണ് ശ്രമിക്കുന്നത്? പുണ്യം ചെയ്തിട്ടുള്ളവർ. നമ്മളൊക്കെ പരീക്ഷിത്തുമാരാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതികർത്തവ്യതാ മൂഢരായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഉച്ചനീചങ്ങളായ ഭൂതങ്ങളുടെ ആത്മാവായിരിക്കുന്ന ആ പ്രപഞ്ചനാഥനായ ഭഗവാൻ, ആ ജഗദീശ്വരൻ കൽപ്പാവസാനത്തിൽ എന്താണ് വിശ്വത്തിൻ്റെ ഈ കൽപ്പത്തിൻ്റെ എല്ലാ അവസാനത്തിൽ അതുപോലെ തന്നെ എന്താ ആ പുരുഷൻ മനുക്കളായിട്ടൊക്കെ ജനിക്കുന്നു പല വിധത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഗോഡ് എന്ന് പറയുന്നത്. മനുവംശത്തെ പറയാമെന്ന് ഉടൻ തന്നെ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞിട്ട് അദ്ദേഹത്തെ വീണ്ടും മനുവംശത്തിൻ്റെ കഥ പറയുകയാണ് വീണ്ടും. അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതൊക്കെ തുടങ്ങുന്നതെന്ന്, അതാണ് ഈ ജനനത്തെക്കുറിച്ച് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, വേദങ്ങളിൽ പറയും സർവം ഖല്ലിതമേവാഹം ന അന്യതസ്തു സനാതനം എന്ന്. ഒരു പ്രകൃതീശ്വരി വന്ന് ആ പ്രളയജലത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സർവം ഖലു ഇതം ഏവാഹം, ഇത് മുഴുവൻ ഞാനാണ്. രൂപത്തെ കാണുന്നില്ല, ഒരു അശരീരിയായ വാക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇത് മുഴുവൻ ഞാനാകുന്നു, മറ്റൊന്നും സനാതനമായിട്ടില്ല. സൃഷ്ടി നടത്താൻ പറഞ്ഞിട്ട് പോവുകയാണ് ആ അദൃശ്യശക്തി. അപ്പോൾ എവിടെ സൃഷ്ടി നടത്തും? മഹാവിഷ്ണു പ്രളയജലത്തിൽ കിടക്കുകയാണ്. പക്ഷെ അത് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും ഭവിച്ചു. അങ്ങനെ പത്മകോശോ ഹിരൺമയ സ്വർണവർണ്ണത്തിലുള്ളതായ ഒരു താമരപ്പൂ ഉണ്ടായി. ആ താമരപ്പൂവിൽ തസ്മിൻ ജജ്ഞേ, അതിൽ നിന്നും ജനിച്ചത് മഹാരാജ, അല്ലയോ രാജാവേ, സ്വയംഭൂ ചതുരാനനം. സ്വയംഭുവൻ, സ്വയം ഭവിച്ചതാണ് സ്വയംഭു. ആ ഭവിച്ചത് ചതുരാനന എന്ന് പറഞ്ഞാൽ, ചതുരാനന എന്ന് പറഞ്ഞാൽ 4 മുഖമുള്ള ഒരാളിനെയാണ് ആ പത്മകോശത്തിൽ മഹാവിഷ്ണുവിൻ്റെ നാഭീപത്മത്തിൽ നിന്നും ജനിച്ചത്. അവിടെ ചതുർമുഖൻ എന്നൊക്കെ പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. 4 കാര്യങ്ങൾ ഓരോരുത്തർക്കും അറിയണം. അവരെയാണ് ബ്രഹ്മജ്ഞന്മാർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന് ചരിത്രം, രണ്ടാമത് അവർക്ക് കലാപരമായ കഴിവുകളെല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ അതിന് സാഹിത്യം എന്ന് പറയാം. അപ്പോൾ ചരിത്രം, സാഹിത്യം, രാഷ്ട്രത്തെക്കുറിച്ചുള്ളതായ അറിവുണ്ടായിരിക്കണം. രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ കായികമായ കാര്യങ്ങൾ അറിയണം, കായികങ്ങളായ പ്രയോജനം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താണ് ഒരാളിൻ്റെ അറിവിൻ്റെ സമഗ്രത. പക്ഷേ ശ്രോതാക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠത നൽകുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയജ്ഞാനമാണ്. ഒന്നാമത്തെ സ്ഥാനത്ത് ഉത്തമ ശ്രവണം എന്നതിന് പറയും. രണ്ടാമത്തെ സ്ഥാനം സാഹിത്യാദി വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാളിദാസൻ്റെ രഘുവംശമോ ശാകുന്തളം അങ്ങനെയുള്ള കഥകൾ. മൂന്നാമത് അടിപിടി, അക്രമമൊക്കെ, മോഷണം, ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നത്, കലഹങ്ങൾ, യുദ്ധം, ഇതൊക്കെ കേൾക്കുന്നത് മൂന്നാമത്തെ ശ്രവണം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ സ്വയംഭൂ ജനിച്ചു, സ്വയംഭൂ മനു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ബ്രഹ്മാവിൽ നിന്നൊക്കെ അങ്ങനെ ജനിച്ചു വന്നത് എല്ലാറ്റിനെയും
തന്നിലടക്കിയിരിക്കുന്ന സർവേശ്വരൻ്റെ നാഭിയിൽ നിന്ന് ഏറ്റവും പ്രകാശമുള്ള ഒരു താമരമുട്ടുണ്ടായി എന്നാണ്. അതിൽ നിന്ന് 4 മുഖങ്ങളോടുകൂടിയ ബ്രഹ്മദേവൻ ജനിച്ചപ്പോൾ ബ്രഹ്മദേവനെയും ഒരു ആദ്യത്തെ ജനനമായിട്ട് കൽപ്പിക്കുന്നു. ആദ്യത്തെ ജന്മം മഹാവിഷ്ണുവിൻ്റെ എന്ന് പറയുമെങ്കിലും ഒരു ജനനം കൊടുത്തു, ഒരു സൃഷ്ടി കൊടുത്തു. പിന്നെ ബ്രഹ്മാവിൽ നിന്ന് അനവധി സൃഷ്ടികളുണ്ടാകുന്നു. അദ്ദേഹത്തെ മാനസപുത്രന്മാരുടെ കഥയൊക്കെ ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് മരീചി ജനിച്ചു. യജ്ഞം എന്ന് പറഞ്ഞാൽ ജനിച്ചു. അതിനുശേഷം അവന് മരീചിക്ക് കശ്യപൻ, അതായത് ദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവായിട്ടുള്ള കശ്യപൻ, പിന്നെ കശ്യപനും അവനിൽ നിന്ന് ദാക്ഷായണ്യാം ആദിത്യ ദക്ഷപുത്രിയായ ദക്ഷപുത്രിയായിട്ടുള്ള അതിഥിയിൽ വിവസ്വാൻ സുത, വിവസ്വാൻ എന്ന പുത്രൻ ജനിച്ചു. അപ്പോൾ വിവസ്വാനിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആദിവൃത്തി മൂലം വൈവസ്വതൻ എന്നൊക്കെയുള്ള പറയും. കശ്യപന് വിവസ്വാൻ എന്ന പേരായ പുത്രനുണ്ടായി. അതിനുശേഷം മനുവിൽ ശ്രാദ്ധദേവ സംജ്ഞായ വിവസ്വാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ദശപുത്രാൻ, അദ്ദേഹത്തിന് 10 പുത്രന്മാരെ ജനിപ്പിച്ചു എന്നാണ് ഈ ശ്രാദ്ധദേവൻ. ആ ശ്രാദ്ധദേവൻ്റെ 10 പുത്രന്മാരെയാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. ഇനി അവരുടെയൊക്കെ കഥകളാണ് വിസ്തരിക്കുന്നത്. അപ്പോൾ ഈ കഥ വംശവിസ്താരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മക്കളുണ്ടായാൽ പോലെ സൽപുത്രന്മാരുണ്ടാവണം, ഇല്ലെങ്കിൽ വരുന്ന അപകടമാണ് ഇനിയും അങ്ങോട്ട് പറയാൻ പോകുന്നത്. സൽപുത്രന്മാരെ വേണം. സന്താനം എന്ന് പറഞ്ഞാൽ തന്നെ സവിശേഷമായ ദാനമെന്നാണ്. അപ്പോൾ അങ്ങനെ വൈവസ്വത മനു ശ്രദ്ധാദേവിയിൽ 10 പുത്രന്മാർക്ക് ജന്മം നൽകി. ഈ 10 പുത്രന്മാരുടെ കഥയാണ് ഇനി അങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്രജനായിരുന്ന മനുവിൻ്റെ, പ്രജയില്ലാതിരുന്നു, മക്കളൊന്നും ഉണ്ടായില്ല, സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനുവിൻ്റെ പ്രജാർത്ഥം, സന്താനാർത്ഥം, പ്രജകൾക്ക് വേണ്ടി, സന്താനം ഉണ്ടാകാൻ വേണ്ടി മിത്രാവരുണയോഹോ ഇഷ്ടിം, മിത്രാവരുണന്മാരുടെ ഇഷ്ടിയെ അകരോ കില, അങ്ങനെയാണ് പുത്രന്മാരുണ്ടാവുന്നത്. ഒരു വലിയ യാഗം നടത്തിയതിന് ശേഷമാണ്. പിന്നെ ശ്ലോകത്തിൻ്റെ പൂർവാപരക്രമമാണെങ്കിൽ നമുക്ക് സംശയം തോന്നാം, 10 പുത്രന്മാരുണ്ടായാലും പിന്നെ യാഗം വേണം. പക്ഷേ ഇവരുണ്ടാവുന്നതിന് മുമ്പ് യാഗം നടത്തി, യജ്ഞം നടത്തി. നമ്മൾ പലയിടത്തും അങ്ങനെ കാണും. ഇഷ്ടി എന്ന് പറയുന്നത് വേദങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ്. പിന്നീട് നമ്മൾ ഇപ്പോൾ പൂജാതി അല്ലെങ്കിൽ ഹോമത്തിന്, ഇപ്പോൾ ഗണപതി ഹോമം കഴിയുമ്പോൾ ഇഷ്ടിക വേണം. അവിടെ ഇഷ്ടിക ചുറ്റും നിരത്തിയിട്ടാണ് അത് കഴിക്കുന്നത്. അതുപോലെ ചരു അവിടെ ഉപയോഗിക്കുന്നതാണ്. നിവേദ്യാദി കാര്യങ്ങൾ, ഹവിസൊക്കെ അതിൽ നിന്നാണ് ചരുവം വരുന്നത്. ഇങ്ങനെ വേദപദങ്ങളാണ് ഇവിടെ അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതായാലും മനുവിൻ്റെ പത്നിയായ ശ്രദ്ധാദേവി ഹോതാരം സമയാജത, ഹോതാവിൻ്റെ അടുത്ത് ഹോമിക്കുന്ന മുഖ്യ ഹൃത്തിക് എന്നൊക്കെ പറയും. ഹൃത്തിക് എന്ന് പറഞ്ഞാൽ വേദം ചൊല്ലുന്നു, ഹൃക്കുകൾ ചൊല്ലുന്നവരെ ഹൃത്തിക് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ദുഹിത്രാർത്ഥം, ഒരു ദുഹിത്ര എന്ന് പറഞ്ഞാൽ ഒരു പുത്രിയെയാണ് യാചിച്ചത്. വയോവ്രതത്തിൽ തന്നെ ചെന്ന് നമസ്കരിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു, എനിക്കൊരു പുത്രിയെ തരണമെന്ന് ഹോതാവ് അത് കേട്ടു. പക്ഷേ മനുവിനത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പുത്രനെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ രഹസ്യമായി ചെന്ന് ഹോതാവിനോട് ചെന്ന് പറഞ്ഞത് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു പുത്രി ഉണ്ടാവട്ടെ. ജ്ഞാനമില്ലാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സങ്കല്പവൈഷമ്യം വന്നിവിടെ. സങ്കല്പവൈഷമ്യം ഹോതാവിനുണ്ടാകാൻ പാടില്ല. കാരണം മനു പറഞ്ഞത് എനിക്കൊരു പുത്രനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ മനുപത്നി ശ്രദ്ധാദേവി വന്ന് പറയുന്നു എനിക്കൊരു പുത്രി വേണം. അതാണ് പുത്രിയുടെ ആഗ്രഹത്തിലാണ് ഹോമിച്ചത്. അതുകൊണ്ട് സങ്കല്പത്തിലുള്ളതായ വ്യത്യാസം കൊണ്ട് ഈ ഹോമപ്രകാരത്തെ നന്നായി അറിയുന്ന ആ ബ്രാഹ്മണൻ വഷട്കാരം ഉച്ചരിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടവണ്ണം ഉച്ചരിക്കുന്നതിനെയാണ്. വ്യതിചലിച്ചു പോയതുകൊണ്ട് ഹോതാവിൻ്റെ വ്യതിചലനം ആ മന്ത്രത്തിലൊക്കെ വന്നു. അതുകൊണ്ട് കന്യ ഉണ്ടായി. അവളുടെ പേര് ഇള എന്ന് അവൾക്ക് പേരിട്ടു. ഇള. ഭൂമിദേവി എന്നുകൂടി ഒരർത്ഥമൊക്കെ ഉണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. ഭൂമിദേവിയെ, ഭൂമിയിലാണ് എല്ലാം. അപ്പോൾ അങ്ങനെ ഇള എന്ന പേരോടുകൂടി ഭവിച്ചു. ആ ഇളയെ കണ്ടിട്ട് താംബിലോക്യ, അവളെ കണ്ടിട്ട് മനു അതികൃഷ്ടമനാ ഗുരും, വലിയ സന്തോഷമൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. കാരണം അദ്ദേഹം പറഞ്ഞതല്ലല്ലോ സംഭവിച്ച, പുത്രജന്മം അല്ലല്ലോ, പുത്രീജന്മമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഹൃഷ്ടമന, സന്തോഷിച്ചില്ല അദ്ദേഹം. അതുകൊണ്ട് ഈ യജമാനായ ഈ ഹോതാവ് ഹോമിച്ചത് തെറ്റിപ്പോയി. പക്ഷെ കുറ്റമൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും ഈ കഥകളൊക്കെ അദ്ദേഹം ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവായ ഈ സൂര്യവംശ രാജാക്കന്മാരുടെ എല്ലാം ഗുരു വസിഷ്ഠനാണ്. വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം പറയുന്നതിനാണ്. അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഈ മനു ചോദിക്കുന്നു, വസിഷ്ഠമുനി സൂര്യകുല രാജാക്കന്മാരുടെ എല്ലാം പുരോഹിതനാണ്, ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്? ഈ പറഞ്ഞ പോലെ ഹോതാവിൻ്റെ ആ വ്യതിചലനം കൊണ്ടാണോ, സങ്കല്പക്രമം വ്യത്യസ്തപ്പെട്ടത് കൊണ്ടാണോ? അതാണ് കഷ്ടമായിപ്പോയി ഇങ്ങനത്തെ ഒരു ജനനം. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്
ഈ മന്ത്രം അറിയുന്നവരും ഇന്ദ്രിയ നിഗ്രഹമുള്ളവരും തപസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ദക്തകിൽബിഷ, ആ പാപങ്ങളെയൊക്കെ ദഹിപ്പിക്കും. ദക്തം അപ്പോൾ അറിയാവുന്നവരിത് പാപങ്ങളെയൊക്കെ ദഹിപ്പിച്ചവരാണ് ഈ ഹോമം ചെയ്തതെങ്കിൽ, വലിയ യാഗം ചെയ്തതെങ്കിൽ വിഭുദേഷു, ദേവന്മാരിൽ വേണ്ടത്ര അവരനുഗ്രഹിക്കും. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ദേവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തു? ഈ വിപരീതാവസ്ഥ, അങ്ങനെ അനൃതം, അസത്യമെന്ന പോലെ ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സത്വഗുണപ്രധാനികളായ ദേവന്മാരിൽ അസത്യം സംഭവിക്കുന്നത് പോലല്ലയോ ഈ ജന്മം, ഇള എന്ന പേരോടുകൂടി പെൺകുട്ടിയുടെ ജന്മം ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആര്? വൈവസ്വതമനു ചോദിക്കുന്നു. സൂര്യൻ്റെ പുത്രനാണ്. വൈവസ്വതമനുവിനോട് പറയുന്നു, വജസ്തസ്യ ഭഗവാൻ പ്രവിധാമഹ. വസിഷ്ഠൻ പറയുകയാണ്, തം നിശമ്യ, അത് നിശമ്യ കേട്ടിട്ട്, വജസ്തസ്യ ഈ മനുവിൻ്റെ ചോദ്യം കേട്ടിട്ട് പ്രപിതാമഹനായ അദ്ദേഹം വസിഷ്ഠനും അതുപോലെ ഈ അറിവുള്ള ജ്ഞാനികളൊക്കെ ആയിട്ടുള്ള ആളുകൾ പറയുന്നു, ഹോതുർവ്യതിക്രമം ജ്ഞാത്വാ വ്യഭാഷേ രവിനന്ദന. അതായത് രവിനന്ദനായ സൂര്യപുത്രനായ വൈവസ്വതമനുവിനോട് വസിഷ്ഠൻ പറയുകയാണ് ഇത് സംഭവിക്കാനുള്ള കാരണം. ഈ സങ്കല്പവൈഷമ്യം കൊണ്ട് ഉണ്ടായതായ ഈ ജന്മങ്ങൾ, ഹോതാവിൻ്റെ ഈ വ്യവസ്ഥയില്ലായ്മ കൊണ്ട് വന്ന വ്യതിചലിച്ചു പോയ അവസ്ഥ, സുപ്രജാസ്ത്വം, അങ്ങേക്ക് സുപ്രജയോടുകൂടിയ അവസ്ഥയെ സാധിപ്പിക്കുവാൻ വേണ്ടി വസിഷ്ഠൻ ഒരു കാര്യം പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ സങ്കല്പം കൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ സാക്ഷാൽ പരമശിവനെ ഒക്കെ പ്രാർത്ഥിച്ച് അങ്ങയുടെ വൈഷമ്യം മാറ്റാം എന്നെല്ലാം പറഞ്ഞു. അല്ലയോ രാജാവേ, കേട്ടുകൊള്ളൂ വസിഷ്ഠൻ ചെയ്തു കൊടുത്ത ഗുണങ്ങൾ. അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. വിളിക്കൂ 9400124048. തീർത്ഥയാത്രയിൽ തിരക്കിലും തിരുവഴിയിലും ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം. കൂട്ടം തെറ്റിയവർക്ക് കരുതലായി അടയാളക്കോൽ. ദണ്ഡിക, ദൂരത്തുനിന്നും ദൃശ്യം. തീർത്ഥാടകരുടെ സുരക്ഷിത വഴികാട്ടി. ദണ്ഡിക. വിളിക്കൂ 9188182384 9400124048. നെല്ലിന്റെ ചുവന്ന ഉമിയിൽ നിന്നും തയ്യാറാക്കിയ പ്ലേറ്റുകൾ. നിങ്ങൾക്കും പ്രകൃതിക്കായി കൈകോർക്കാം. കൈ തൊടാതെ കൈമാറുന്ന പരിശുദ്ധി. ചെറിയ മാറ്റങ്ങൾ പുതിയ നാളേക്കായി. ഒറ്റത്തവണ ഉപയോഗം. ശേഷം കാലിത്തീറ്റയായോ ജൈവവളമായോ ഉപയോഗിക്കാം. 100% മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്. ഇന്ത്യയിലെവിടെയും കൊറിയർ മുഖേന എത്തിച്ചു നൽകുന്നതാണ്. വിളിക്കൂ 9188182384. ഭാഗവതഗംഗ ഒരുക്കുന്നു കൊങ്കണ ബ്രാഹ്മണരുടെ പുണ്യഭൂമിയിലേക്ക് ഒരു ഗോവൻ തീർത്ഥാടനം. ഗോവ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിൽ തകർന്ന പുണ്യയിടം. ഗോമേതകത്തിന്റെ നാട്. ഹൈന്ദവരാൽ സമ്പന്നമാണ് ഇന്ന് ഗോവ. പഞ്ചാര മണൽത്തിട്ടകളുള്ള കടൽ തീരങ്ങൾ. ഈ വേനലവധിക്കാലം മക്കളോടൊപ്പം ഇവിടെ ചിലവഴിക്കാം. ആദ്യ യാത്ര 2026 മാർച്ച് 27. തുടർന്ന് ഏപ്രിൽ 6, 16, 21, 29, മെയ് 5, 11. വിളിക്കൂ 9188182384. ഹരേ കൃഷ്ണ. ഹരി ഓം. ഭാഗവതഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര മെയ് മാസം മുതൽ ആരംഭിക്കുന്നു. രാജസ്ഥാനിലെ ആദിബദരി, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര. വിളിക്കൂ 9400124048. 9188182384.